ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന വാദം തള്ളുന്ന നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് 24. കവർച്ചയ്ക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ താൽപര്യം മാത്രമെന്ന് കരുതാൻ കഴിയില്ല എന്നും ബോർഡിന്റെ സമ്മർദ്ദമുണ്ടായി എന്ന് സംശയിക്കുന്നുവെന്നുമാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറേണ്ടതില്ല എന്ന ദേവസ്വം ബോർഡ് തീരുമാനം അന്നത്തെ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ തിരുത്തിയതിന്റെ തെളിവുകളും 24 ഇന്ന് പുറത്തുവിട്ടു. അതിനിടെ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്ത് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊള്ളയിൽ പങ്കില്ല എന്നും തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അങ്ങനൊരു FIR ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്ക് അങ്ങനൊരു വിവരം കിട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുകയാണ് അങ്ങനൊരു പ്രതി ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതാണിപ്പോൾ പ്രതികരിക്കാനുള്ളത്. 2025 സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബോർഡാണെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. സ്പോൺസറെ മാറ്റിയത് ചില വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നും PS പ്രശാന്ത് പറഞ്ഞു. 2024 സ്വർണം പൂശുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണന് കൊടുത്തു വിട്ടില്ലല്ലോ ഞങ്ങൾ. അത് ഈ ഒരു വിഷയം അദ്ദേഹത്തിനുണ്ടായ ഒരു പാകപ്പിഴവാണ്. അതൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം കൃത്യമായി പിന്നീട് തന്നെ അത് വരുത്തുകയും ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് തരികയും അതനുസരിച്ച് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും ചെയ്തു. 2024 ശേഷം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ളത് ബോർഡാണ്. കൃത്യമായ 4 ഉത്തരവുകളാണ് തിരുവാഭരണം കമ്മീഷണർക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. വിശദാംശങ്ങളുമായി സലീം മാലിക്കും R അരുൺരാജും ചേരുന്നുണ്ട്. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, ഇത് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, മുൻ ജീവനക്കാർക്ക് മാത്രമല്ല ഇതിനകത്ത് റോളുള്ളത്. ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണോ ഇത് നടന്നത് എന്നത് സംശയിക്കേണ്ടി വരും എന്ന തരത്തിലുള്ള ഗുരുതര പരാമർശങ്ങളാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത്. ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് ജയശ്രീയുടെയൊക്കെ ഈ ഉത്തരവ് തിരുത്തിയതടക്കമുള്ള ഇടപെടലുകൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണഭാഗം പുറത്തുവരുന്ന ഘട്ടത്തിൽ 2019 ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ രണ്ടാമത്തെ FIRലാണെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സലീം മാലിക്. റിജിത്ത്, ഈ വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ അധികാരികളും ഒപ്പം തന്നെ ഇപ്പോഴുള്ളവരും പറഞ്ഞിരുന്നത് ദേവസ്വം ബോർഡിന് പങ്കില്ല എന്നും ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥ വീഴ്ച മാത്രമാണ് ശബരിമലയിൽ സംഭവിച്ചത് എന്നുള്ളതുമായിരുന്നു. ഈ ദിവസം വരെയും ആ നിലയിലുള്ള ന്യായീകരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ തന്നെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ 24 പുറത്തുവിട്ട ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഏതെങ്കിലും നിലയിലുള്ള ഉദ്യോഗസ്ഥ താല്പര്യം മാത്രമെന്ന് കാണാൻ കഴിയില്ല എന്ന് വ്യക്തമായി തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഗുരുതരമായ ഗൗരവമുള്ള തട്ടിപ്പുകൾ അവിടെ നടന്നിട്ടുണ്ട്. അതിന് അന്നത്തെ ദേവസ്വം ബോർഡിനെ സംശയനിഴൽ നിർത്തിയേ പറ്റൂ എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. 2019 ദേവസ്വം ബോർഡ് അധികാരികൾക്ക് ഇതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളിലും വാതിൽപ്പടിയിലും സ്വർണം പൂശാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി സ്വർണം കവരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതിൽ ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട സഹായം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഉദ്യോഗസ്ഥരുടെ മാത്രം താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അതിനുമപ്പുറത്തേക്ക് മറ്റു പലരുടെയും താല്പര്യം, പ്രത്യേകിച്ചും ബോർഡ് അധികൃതരുടെ, ബോർഡ് അംഗങ്ങളുടെ താല്പര്യമുണ്ടോ എന്ന് സംശയിക്കണമെന്ന് പറയുന്നു. അതിൽ വിശദമായ അന്വേഷണത്തിന് കൂടി ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് നിലവിൽ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും 2019 ബോർഡ് അധികാരികളുടെ പ്രേരണമോ സമ്മർദ്ദമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നത്. നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനായി അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സഹായം പല കാലങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. അത് 2019 മാത്രമല്ല, അതിനുശേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ഈ ശബരിമലയെ മറയാക്കിക്കൊണ്ട് ശബരിമലയിൽ നിന്ന് തന്നെ കോടികളുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ശബരിമലയെ ഒരു ഈ ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെയും കച്ചവട താല്പര്യത്തിന് ഉപയോഗിച്ചു എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവും എക്സിക്യൂട്ടീവ് ഓഫീസറായ D സുധീഷ് കുമാർ എന്നിവരും ചേർന്ന് ചെമ്പുപാളി എന്ന രേഖ ബോധപൂർവമായി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
ഒപ്പം ആ നിലയിലുള്ള ശുപാർശ നൽകിയതിന് പുറമേ തന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായ ജയശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാനുള്ള ഉത്തരവ് തിരുത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ ജയശ്രീ ഇറക്കിയ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശത്തേക്ക് ഇത് കൈമാറണമെന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് ജയശ്രീ ഇടപെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറണമെന്ന ഉത്തരവ് ഇറക്കിയത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ മറ്റു ചില ഉദ്യോഗസ്ഥരുടെ പേര് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അത് ഈ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ എസ് ശ്രീകുമാറിൻ്റെതും തിരുവാഭരണ കമ്മീഷണറായ KS ബൈജു, RG രാധാകൃഷ്ണൻ, VS രാജേന്ദ്രപ്രസാദ്, K രാജേന്ദ്രൻ നായർ എന്നിവർക്കെതിരെയാണ്. ഇവർക്കെതിരെയും ഈ മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കുമെതിരെ നടപടിക്ക് ശുപാർശ നടത്തിയിട്ടുണ്ട് ദേവസ്വം വിജിലൻസ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിലവിൽ SIT കേസന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ മോഷണവും തട്ടിപ്പും ഒപ്പം തന്നെ വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ SIT ചുമത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് ശബരിമലയും അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന തട്ടിപ്പുകളാണ്. ആ തട്ടിപ്പുകൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ SITയുടെ അന്വേഷണത്തിൽ കൂടുതൽ വലിയ മാനങ്ങളിലേക്ക് ഈ കേസും അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും പോവുകയും ചെയ്യും. ആ ഘട്ടത്തിൽ നിലവിലുള്ള പ്രതിരോധം കൊണ്ട് മാത്രം മുൻപത്തെ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾക്കും അന്നത്തെ പ്രസിഡന്റിനും ഒന്നും കൈകഴുകാൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടാകും. ശ്രീജിത്ത്, സലീം, ഇത് കേവലം ഒരു സംശയത്തിന്റെ രൂപത്തിലല്ല ഈ റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടം പിടിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ബോർഡിൽ നിന്ന്, അതുപോലെ പ്രേരണ ബോർഡിൽ നിന്നുണ്ടായോ എന്നതൊക്കെ വളരെ ഗൗരവ സ്വഭാവത്തിൽ തന്നെ കാണണം എന്നുള്ളതാണ് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. എന്ന് മാത്രമല്ല, തുടർ നടപടി വേണം എന്നുള്ള ആവശ്യം കൂടി ദേവസ്വം വിജിലൻസ് മുന്നോട്ട് വയ്ക്കുകയാണല്ലോ റിപ്പോർട്ടിൽ. സലീം മാലിക്. റിജിത്ത്, തീർച്ചയായും. കാരണം ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ ദിവസങ്ങളിൽ വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്കപ്പുറം മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിൽ അവിടെ നിന്നും കൊണ്ടുപോയത് തന്നെ ചെമ്പ് പാളിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ന്യായീകരണമായി നിരത്തിയിരുന്നത്. അത്തരം ന്യായീകരണങ്ങൾക്കൊന്നും ഇനി ഒരു പ്രസക്തി പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് ഏതെങ്കിലും നിലയിൽ പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പോലുമല്ല, ദേവസ്വം വിജിലൻസിന്റെ തന്നെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് ഏജൻസികൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിനേക്കാൾ ഗൗരവമുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാവും ഉണ്ടാവുകയും ചെയ്യുക. അതുകൊണ്ട് ഇത്രയും ദിവസം പറഞ്ഞ ന്യായീകരണങ്ങൾ ഇനി മതിയാവില്ല. അന്നത്തെ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും അവിടുത്തെ ഭരണസമിതിക്കും പൂർണ്ണമായും ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല 2024 നിലവിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടന്നപ്പോഴും ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിക്കും അതിൽ നിന്ന് പൂർണ്ണമായും കൈകഴുകാൻ സാധ്യമല്ല. കാരണം 2019 ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നതെങ്കിൽ പോലും നിലവിൽ അതിനുശേഷം പിന്നാലെ ഇവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് വളരെ നേരത്തെ അറിഞ്ഞതാണ്. അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനോ ഏതെങ്കിലും നിലയിൽ അങ്ങനെ ഒരു അഴിമതിയും അത്തരത്തിലുള്ള തട്ടിപ്പും നടന്നിട്ടുണ്ട് എന്ന് പുറത്തു പറയാനോ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികൾക്ക് വലിയ മാനങ്ങളുണ്ട്. നിലവിൽ ഈ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ അത് SITക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും SITയുടെ അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൂടി പോകുന്നുണ്ട്. കാരണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും ഈ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കുകയും സമാനമായതൊന്നും നിർമ്മിക്കുകയോ മറ്റോ ചെയ്തു എന്നതുൾപ്പെടെയുള്ള സംശയമുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതോടുകൂടി ഇതിനേക്കാൾ ഗൗരവമായ കണ്ടെത്തലുകൾ ഉണ്ടാവും. അപ്പോൾ നേരിട്ട് അത്തരത്തിൽ ഇടപാട് നടത്തിയവരോ ഏതെങ്കിലും നിലയിൽ കച്ചവടം ചെയ്തവരായ ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിയുക. അപ്പോഴാകും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ബോർഡ് അംഗങ്ങളുടെ താല്പര്യം കൂടി വെളിയിലേക്ക് വരിക. റിജിത്ത്, സലീം, മറ്റൊന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് അല്പം കൂടി വിശദീകരിച്ചുകൊണ്ടുള്ള ഭാഗങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് സ്ഥിര വരുമാനമൊന്നുമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപാട് സ്പോൺസർമാരെ എത്തിച്ച് കോടിക്കണക്കിന് രൂപ അവിടെ ചിലവഴിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സ്പോൺസർമാരിലേക്കൊക്കെ സംശയത്തിൻ്റെ മുനനീളുകയും അവരുടെയൊക്കെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ഗൗരവ സ്വഭാവത്തിൽ തന്നെ കാണണം എന്നുള്ളതാണല്ലോ ആ റിപ്പോർട്ടിൻ്റെ ചുരുക്കം. സലീം മാലിക്. റിജിത്ത്, അതെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, സാധാരണഗതിയിൽ ഏതെങ്കിലും നിലയിലുള്ള സ്ഥിര വരുമാനമുള്ള ആളല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികൾ സമ്പാദിച്ചത് ശബരിമലയെയും ശബരിമലയിലെ വിശ്വാസത്തെയും മറയാക്കിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ പുറത്തു വന്നതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും മറ്റേതെങ്കിലും നിലയിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെ ആ പരിശോധന നടത്തിയതിനു ശേഷമേ അത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ ഗൗരവത്തിലുള്ള അന്വേഷണം വേണമെന്നും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി പലതരത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ളതുമായ ധനാഠ്യന്മാരായ സ്പോൺസർമാരെ കണ്ടുപിടിക്കുകയും അതങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപെടലുകൾ സർവ്വവും ദുരൂഹമാണ് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ തട്ടിപ്പിന്റെ ഒന്നാം പ്രതി നിലവിൽ കേസെടുത്തിരിക്കുന്നതും ആ നിലയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഈ
ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇതിന്റെ ഈ കിങ് പിൻ, ഈ ക്രൈമിന്റെ കിങ് പിൻ എന്ന നിലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ എന്ന ഈ വലിയ ആശങ്കകളില്ലാതെ തന്നെ ദേവസ്വം വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.